ഏറ്റവും വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ പഠനത്തിനാണ്. ലാബിൽ പോകേണ്ട സമയത്ത് പോകണം, അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം, പ്രൊജക്റ്റ് കൃത്യമായിട്ടുണ്ടാവണം. 2 വർഷത്തെ +2, 3 വർഷത്തെ ഡിഗ്രി അല്ലെങ്കിൽ 2 വർഷത്തെ PG കൂടി ചെയ്ത് തിരിച്ചു നോക്കുമ്പോൾ ബാലൻസ് ഷീറ്റായിട്ട് ഉത്തരങ്ങൾ നമുക്കുണ്ടാവണം. കാലം വേസ്റ്റായിട്ട് നമുക്ക് തോന്നാൻ പാടില്ല. എല്ലാത്തിൻ്റെയും ഇടയിൽ, സേവന പ്രവർത്തനത്തിൻ്റെയും ചാരിറ്റിയുടെ ഒക്കെ ഇടയിൽ നമ്മെ മറന്നു പോകാൻ പാടില്ല. പഠനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ്. 1000 ആൾക്കാർ എഴുതുന്ന ഒരു പരീക്ഷയിൽ ഒരാൾ മാത്രമേ ജയിക്കുള്ളൂ എന്നാണ് അതിൻ്റെ നിയമമെങ്കിൽ ആ ഒരാളാവാനാണ് നമ്മൾ പരീക്ഷ എഴുതേണ്ടത്. നീ എന്തിനാ പരീക്ഷയ്ക്ക് വന്ന് 999 ആളും തോൽക്കുമല്ലോ എന്ന് ആരെങ്കിലും നമ്മോട് നെഗറ്റീവ് പറഞ്ഞ് ഡീമോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര പേര് തോൽക്കും? 999 അല്ലേ, 1000 തോൽക്കൂലല്ലോ. എത്ര ആൾ ജയിക്കുന്നുണ്ട്? ഒരാൾ. അതന്നെയല്ലേ ഞാൻ എന്ന് പറയാനുള്ളൊരു കോൺഫിഡൻസ് നമുക്കുണ്ടാവണം. അതെന്തേ ആ ഒരാൾ ഞാനായിക്കൂടെ? ബാക്കിയുള്ളവർക്ക് എന്തിനു വകവെച്ചു കൊടുക്കുന്നു? എന്താ നമുക്കായാൽ വൈ നോട്ട്? എന്തുകൊണ്ട് പറ്റില്ല? എന്തുകൊണ്ട് പറ്റില്ല? അപ്പം തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമ്മുടെ ഒരു പഠനം ഗംഭീര കാലമായിരിക്കണം. ഈ ഓട്ടത്തിൻ്റെയും ചാരിറ്റിയുടെ ഒക്കെ ഇടയിൽ നമ്മൾ മറന്നു പോകാതെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു പാർട്ട് അതാണ് നമ്മുടെ പഠനത്തിന്.